ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് മെക്സവന്റെ പ്രവർത്തനം നിരീക്ഷിക്കണമെന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ നിർദ്ദേശം പാലിക്കുന്നതിൽ സംസ്ഥാന പോലീസിന്റെ ഏജൻസികൾക്ക് ഗുരുതര വീഴ്ച. വിവാദങ്ങൾക്ക് മുൻപ് തന്നെ സംസ്ഥാനത്തിന്റെ മെക്സവന്റെ പ്രവർത്തനം പരിശോധിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നു, മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തീവ്രവാദ ശക്തികൾക്ക് കേരളത്തിൽ വളരാനുള്ള എല്ലാ വഴിയും സർക്കാർ തന്നെ ഒരുക്കുന്നു എന്നത് ഗൗരവമായി കാണണമെന്ന ആരോപണം നിലനിൽക്കെയാണ് ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, മെക്സവന്റെ പ്രവർത്തനം അത്ര നിഷ്കളങ്കമൊന്നുമായി എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. കാരണം മുൻപ് പലപ്പോഴും പല ഭീകരവാദ സംഘടനകളുടെയും രൂപീകരണം ഇങ്ങനെയായിരുന്നു. അത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പേരിൽ വ്യായാമ കൂട്ടായ്മ, പിന്നീട് അത് ആയോധന പരിശീലനത്തിലേക്ക് മാറുന്നു, പിന്നീട് അതിൻ്റെ സ്വഭാവവും രീതിയും ഒക്കെ മാറി ഭീകരവാദ സംഘടനകളായി, തീവ്രവാദ സംഘടനകളായി മാറുന്നു. സമാനമായ രീതിയിലാണ് മെക്സവൻ്റെയും പ്രവർത്തനം എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മെക്സവനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് CPM ആയിരുന്നുവെങ്കിൽ CPM അതിൽ നിന്ന് വളരെ പെട്ടെന്ന് യൂട്ടേൺ എടുത്തിരിക്കുന്നു. ഇവിടെ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നതൊക്കെ വരുന്ന ദിവസങ്ങൾ ചർച്ചയിലേക്ക് പോകുന്നു. കേന്ദ്ര ഏജൻസികൾ മെക്സവന്റെ വിവാദമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇതിൽ ശ്രദ്ധിക്കണം, ഇതിൽ അപകടമുണ്ട്, ഇതിൽ ഭീകരവാദ ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും കാര്യമായ ഒരിടപെടലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിമാർ പോലും മെക്സവനെ പിന്തുണച്ച് രംഗത്ത് നേരത്തെ വന്നിരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അരുൺ, തീർച്ചയായും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് കേന്ദ്ര ഏജൻസികൾ മെക്സവനെ കുറിച്ച് കൃത്യമായി കേന്ദ്ര ഇന്റലിജൻസ് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഈ മെക്സവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകണമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് കേരളത്തിൽ നൽകിയിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അതിന്റെ ഭവിഷ്യത്ത് തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ച പോലെ ഈ മെക്സവനെതിരെ ആദ്യം വിമർശനം ഉന്നയിച്ചത് CPM ആണ് എന്നുകൂടി കൃത്യമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിവാദങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് പോയി എങ്കിൽ പോലും അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ സജീവ ചർച്ചയായി നിൽക്കുന്നു. മെക്സവന് പിന്നിൽ ആര് എന്നുള്ള ഒരു കൃത്യമായ ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ മെക്സവന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് നേരത്തെ ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മെക്സവന്റെ മറ്റ് തീവ്രവാദ സംഘടനകളുടെ ഉദയം പോലെ തന്നെ അത്തരത്തിലുള്ള സമാനമായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു മെക്സവനും തുടക്കത്തിലുണ്ടായിരുന്നത്. ശരവേഗത്തിൽ ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച തന്നെയായിരുന്നു മെക്സവനും ഉണ്ടായത്. ഇങ്ങനെ വളർന്ന് പന്തലിക്കുമ്പോഴും ഇതിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി കേരളത്തിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര ഇന്റലിജൻസ് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം, അതിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കൃത്യമായ വിവരം നൽകിയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവിടെ അനാസ്ഥ കാണിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് മെക്സവന്റെ കേസിൽ മാത്രമല്ല, ഈ വിവാദമായ പല കാര്യങ്ങളിലും പല കേസുകളിലും ഇത്തരത്തിൽ ഗുരുതരമായുള്ള അനാസ്ഥ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അത് നേരത്തെയും നമ്മൾ വാർത്തയാക്കിയതാണ്. ഇത്തരത്തിൽ തുടർച്ചയായ അനാസ്ഥ തുടരുമ്പോൾ ഇതിൽ ഏറ്റവും സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം, തീവ്രവാദി ശക്തികൾക്ക്, ദേശവിരുദ്ധ ശക്തികൾക്ക്, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെ വേരുറപ്പിക്കാൻ കഴിയുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയാണ്. അത് നേരത്തെ കേന്ദ്ര സർക്കാർ കൃത്യമായി പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, തീവ്രവാദികളുടെ വിളനിലമാണ് കേരളം, അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെയുള്ള ഒരു മുന്നോട്ട് പോക്ക് ആവശ്യമെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് അടിവരയിട്ട് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വന്നിരിക്കുന്നത്. എന്തായാലും അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഈ മെക്സവന്റെ പ്രവർത്തനം. ഏറ്റവും ഗുരുതരമായ ആരോപണം, CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ഒരാള്, CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യമായി പറഞ്ഞത്. അത് അക്കമിട്ടു നിരത്തിയുള്ള ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിൽ നിന്നും മൗലിക ശക്തികൾക്ക് വഴങ്ങിക്കൊണ്ട് അദ്ദേഹം പിന്നോട്ട് പോയി എങ്കിൽ പോലും ആ ആരോപണങ്ങൾ കൃത്യമായി നടക്കുന്നു. കേന്ദ്ര ഏജൻസികൾ വീണ്ടും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു. എന്തായാലും മെക്സവനിൽ കൃത്യമായ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു. അങ്ങനെ ദുരൂഹമായ ഈ പ്രവർത്തനത്തെ പറ്റി കൃത്യമായി ആദ്യം നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടും അത് കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ, കൃത്യമായി സംസ്ഥാന പോലീസുമായി ബന്ധപ്പെട്ട ഏജൻസികളും ഇക്കാര്യത്തിൽ ഉദാസീനത കാട്ടുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം മെക്സവൻ മികച്ച പ്രവർത്തനം നടത്തുന്നു. മെക്സവൻ ബേപ്പൂർ മണ്ഡലത്തിലെ കൂടെ വ്യാപിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുഹമ്മദ് റിയാസാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർപാഡിൽ അദ്ദേഹം മെക്സവൻ്റെ ഭാരവാഹികൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം ബേപ്പൂരിലേക്ക് കൂടി വ്യാപിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൽ, സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയിൽ മുഹമ്മദ് റിയാസിനെ പോലുള്ള ആൾക്കുള്ള എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് കേരള പോലീസിന് അറിയാത്തതൊന്നുമല്ലല്ലോ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും റിയാസിനെ പോലുള്ള ആളുകൾ താല്പര്യം കാണിക്കുന്ന ഒരു സംഘടനയ്ക്കെതിരെ എങ്ങനെ പോലീസ് നടപടി സ്വീകരിക്കും? അല്ലെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ഏജൻസികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ഒരു ചോദ്യം കൂടി വരുന്നുണ്ടല്ലോ അരുണേ.
നിസ്സഹായമായ ഒരു ചോദ്യം തന്നെയാണ് അത്. കാരണം അത്തരത്തിൽ ഉള്ള ഈ തീവ്രവാദ ശക്തികൾ പല കേന്ദ്രങ്ങളിലും നുഴഞ്ഞു കയറുന്നു, അവർ അവസരം നോക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ഗൗരവകരമായ ആരോപണം നടക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ കൃത്യമായി ഈ വിഷയത്തിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ ഏജൻസികൾ എടുക്കുന്ന, പോലീസ് എടുക്കുന്ന ആ ഒരു സമീപനം നമുക്കറിയാം. ഈ ഒരു മെക്സവന്റെ വിവാദം വന്ന ആ സമയത്ത് മെക്സവന്റെ അധികൃതരുടെ ആദ്യ പ്രതികരണം ഈ ഒരു കത്ത് പുറത്തുവിട്ടു ായിരുന്നു. അന്നേരം തങ്ങൾക്കുള്ള ശക്തി എന്ത് എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഒരു രേഖയായി തന്നെ ഇത് മാറിയിരുന്നു. പ്രശംസാ പത്രമാണ് മുഹമ്മദ് റിയാസ് ഈ മെക്സവന് നൽകിയിരിക്കുന്നത്. വ്യായാമ മുറവിലൂടെ ഒരുപാട് ആളുകളെ നേർവഴിയിലേക്ക് നടത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ബേപ്പൂർ മണ്ഡലത്തിലേക്ക് കൂടി ഇത് വ്യാപിക്കണം അടക്കമുള്ള ആ പ്രശംസാ പത്രമാണ് ഇവ നൽകുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ മറ്റു നേതാക്കളും കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ CPM-ന്റെയും നേതാക്കൾ കലവറയില്ലാത്ത ഒരു പിന്തുണ ഒരു മെക്സവന് നൽകുന്നു. അതിനുശേഷം വിവാദത്തിന് ശേഷവും ഇത്ര വലിയ ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ ഇടതു വലതു മുന്നണികൾ ഒരുപോലെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മെക്സവന്റെ പ്രവർത്തനത്തെ ഇത്ര ദുരൂഹമാണെന്നറിയാതെ വന്ന ഒരുപാട് ആളുകൾ മെക്സവനിൽ നിന്നും വിട്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയൊരു വീഴ്ച കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ വീഴ്ചകൾ തന്നെയാണ് മറ്റു പല കേസുകൾ പോലെ ഈ കേസുകളിലും ഇത്ര അപകടത്തിലേക്ക് നയിച്ചത്. എന്തായാലും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും അതിനെ അത്ര നിസ്സാരമായി കാണുന്നില്ല, ഏറ്റവും ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അന്നു മുതൽ തന്നെ കൃത്യമായി നിരീക്ഷണം നടത്തുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെ പറ്റി കൃത്യമായി നിരീക്ഷണം നടത്തുന്നു. എവിടെയൊക്കെയാണ് ഈ വ്യായാമ കൂട്ടായ്മ നടത്തിയത് എന്നതിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ, അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടത്തിയ ചർച്ചകൾ, ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെയൊക്കെ തന്നെ വിശദമായ വിവരങ്ങൾ ഇവർ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഇതുമായി സമഗ്രമായ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം, കൃത്യമായ ഒരു അന്വേഷണം, ശക്തമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്താൻ തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ തീരുമാനം. കേരള പോലീസ് ഇത്രത്തോളം ഉദാസീനത കാണിച്ചാലും കേന്ദ്ര ഏജൻസികളുടെ ഒരു നിർണായകമായ സ്വാധീനം, കൃത്യമായ ഓരോ പ്രവർത്തനങ്ങളെയും കൃത്യമായി വിലയിരുത്തുക എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. ഉമേഷ്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നുണ്ട്. ഇതിൽ പ്രധാനമായും സംശയിക്കേണ്ടത് അരുൺ, ഈ നിരോധിത സംഘടനയുമായി അല്ലെങ്കിൽ നിരോധിത സംഘടനയുമായി ബന്ധമുള്ള PFI-യുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണോ ഇതിന് നേതൃത്വം നൽകുന്നത്? മറ്റ് പ്രധാനപ്പെട്ട കാര്യമുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് വരികയാണ്. ഇതിൻ്റെ പിന്നിൽ ഈ PFI ആണ് എന്നല്ലെങ്കിൽ മതമൗലികവാദികളാണ് എന്നൊരു ഭാഗത്ത് ആരോപണം ഉയരുമ്പോൾ ഇവരെ പിന്തുണയ്ക്കുന്നതിലൂടെ ഒരു പ്രീണനം കൂടി ഇടത് വലത് മുന്നണികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും, ഇതിൻ്റെ അപകടം നേരത്തെ മുന്നിൽ കണ്ട് പി മോഹൻ ഇത് പറയുമ്പോഴും വലിയൊരു യൂട്ടേണും ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതിൽ ഇത്രത്തോളം വലിയ ഒരു അജണ്ട ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലുണ്ടെന്ന് അറിയുമ്പോഴും ഇതിൻ്റെ മറ്റൊരു വശം കൂടി, ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കാമെന്നൊരു രാഷ്ട്രീയ തന്ത്രം കൂടി ഇതിൽ ഇടത് വലത് മുന്നണികൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു നിശബ്ദത ഇതിന് പിന്നിലുണ്ടെന്ന് കൂടി പറയണം, അല്ലേ അരുൺ? നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായി ഇടത് വലത് മുന്നണികൾ ഒരു പരീക്ഷണശാലയായി, രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, അത്തരത്തിലുള്ള ഒരു നയപരമായ അടവ് നയം ഇവിടെ സ്വീകരിച്ചിരുന്നു. കാരണം ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നു. അതിൽ CPM-ഉം കോൺഗ്രസും ഒരുപോലെ മത്സരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ള പല കാര്യങ്ങളും, അതായത് ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോകുന്നു. അത് ഇരു പാർട്ടിക്കുള്ളിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്കൊക്കെ തന്നെ ഉണ്ടാകും. നമുക്കറിയാം, CAA-യുടെ വിഷയത്തിലേക്ക് വന്നത് രാജ്യത്തിന് ഏറ്റവും ആവശ്യമായ നിയമങ്ങൾ ഏകകണ്ഠമായി അടക്കം പാസ്സാക്കുന്ന സമയത്ത് പോലും അതിനെതിരെ കേരളത്തിൽ മാത്രം, മറ്റ് സംസ്ഥാനങ്ങളൊന്നുമില്ലാത്ത പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുന്നു. ആ ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് ഇവിടെ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന് ഇതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കിട്ടുന്നു. പക്ഷേ മലബാറിൽ സമസ്തയടക്കം കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു വലിയ പോരാട്ടം നടത്താമെന്ന് CPM ചിന്തിച്ചുവെങ്കിലും കാര്യമായ ഒരു തരത്തിലുള്ള മുന്നേറ്റവും CPM-ന് ഈ ഒരു മേഖലകളിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അല്പമെങ്കിലും ഒന്ന് ഈ വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ CPM-നെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ CPM-ന്റെ മുതിർന്ന നേതാക്കളിൽ തന്നെ അത്തരത്തിലുള്ള ആ ഒരു നീക്കത്തിൽ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. അതിന്റെ ഉദാഹരണം തന്നെയാണ് നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്ത ആ കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള കൃത്യമായ അജണ്ടയും വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വിവാദങ്ങൾ ഉണ്ടായത്. അതായത് ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരാൾ, CPM-ന്റെ ചുമതലയിലിരിക്കുന്ന ഒരാൾ ഇത്ര കൃത്യമായി
ലക്ഷ്യമിട്ട് ഈ മെക്സവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഒരു പറഞ്ഞ സമയത്ത് പോലും അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിന് കലവറയില്ലാത്ത ഒരു പിന്തുണ കൃത്യമായി ഇവർ കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടത് വലത് മുന്നണികൾ കൃത്യമായി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു സംഘടനകൾ ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ പ്രവർത്തനത്തിന് പൂർണ്ണമായ ഒരു അനുമതി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വ്യായാമ കൂട്ടായ്മയെ പങ്കുവെടുത്തുകൊണ്ട് വ്യാപകമായ ഒരു പ്രചാരണം നടത്തണം. മറ്റേ മറുവശത്ത് ഇത്തരത്തിൽ ഈ വലിയൊരു ദുരുദ്ദേശം പുറത്തു വരുന്ന ഒരു സാഹചര്യം, ഇവരുടെ പ്രവർത്തനത്തെ പറ്റി ആരോപണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, ഈ ഘടകങ്ങളൊക്കെ തന്നെ വ്യായാമ കൂട്ടായ്മയ്ക്ക് വേണ്ടി എത്തിയവർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഇത്തരത്തിലുള്ള ഈ സംഘടനകളിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് എല്ലാ മേഖലകളിലും ഉണ്ടായി. എന്തായാലും നമുക്കറിയാം, ശരവേഗത്തിലുള്ള ഒരു വളർച്ചയായിരുന്നു, നോക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളർച്ചയായിരുന്നു മെക്സവൻ ഉണ്ടായിരുന്നത്. മലബാറിൽ മാത്രമല്ല മറ്റിടങ്ങളിലേക്കും മെക്സവൻ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഈ ഇത്തരത്തിലുള്ള പ്രസ്താവന മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് സമസ്തയും രംഗത്ത് വരുന്നു. അങ്ങനെ ഇങ്ങനെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളൊക്കെ തന്നെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞുവെങ്കിൽ പോലും ഈ വിവാദങ്ങൾ അത് അവിടെ കൃത്യമായി തന്നെ നിലനിൽക്കുകയാണ്. ഉമേഷ്, സരുണെ, ഈ PFIയുടെ ഒരു ബന്ധം അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. ഇതിന് എത്രത്തോളം ഭീകരവാദ ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം PFI നിരോധനത്തിന് ശേഷം, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷം പല രൂപത്തിൽ പല ഭാവത്തിൽ അവർ പലയിടങ്ങളിലായി സ്ലീപ്പർ സെല്ലുകളായി ഒത്തുകൂടുന്നുണ്ട്. ഇപ്പോൾ അകത്തു പോകാത്ത പല നേതാക്കന്മാരും സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ചിരുന്ന പല ആളുകളും NIA-യുടെ പിടിയിൽ പെടാത്ത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളൊക്കെ പല മേഖലകളിലും പല രീതിയിൽ നുഴഞ്ഞു കയറുന്നുണ്ട്. അതിൽ CPM-ൽ വളരെ വലിയ നുഴഞ്ഞുകയറ്റമുണ്ട് എന്ന ആരോപണമൊക്കെ ശക്തമായി വരുന്നു. ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ പൊട്ടിത്തെറി നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല ഭാഗത്തായി പല സംഘടനകൾ നുഴഞ്ഞു കയറുന്നു എന്ന് ഒക്കെ കണ്ടിരുന്നു. മലബാർ മേഖലയിലേക്ക് വരുമ്പോൾ അവർ സ്വന്തമായൊരു കൂട്ടായ്മ ഉണ്ടാക്കി മാറുകയാണ്. നമുക്കറിയാം NDF-ന്റെ രൂപീകരണം എങ്ങനെയായിരുന്നു എന്നതും നമുക്കറിയാം. അവിടെ NDF-ഉം സമാനമായ രീതിയിൽ, പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായ NDF-ന്റെ രൂപീകരണവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഒരു ഇത്തരം എക്സസൈസ് കൂട്ടായ്മകൾ, വ്യായാമ കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കിയാണ് പിന്നീട് അത് ഇത്തരം രൂപമാറ്റമൊക്കെ സംഭവിച്ച് വലിയ അതിൻ്റെ ഭീകര നിലപാടുകളൊക്കെ മറം നീക്കി പുറത്തു വന്നത്. ഇവിടെ ഇപ്പോൾ മെക്സവന് പിന്നിലെ PFI ബന്ധം, ഈ ബന്ധം ഇത് എത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തതാണോ CPM-ന്റെ പ്രശ്നം? അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വലിയൊരു ഘടകമാണ്. അവിടെ SDPIയുടെ വോട്ടോടുകൂടി തങ്ങൾ ജയിച്ചുവെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കോൺഗ്രസിനെ സഹായിച്ചു എന്ന് പറയാൻ SDPIക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ ഇതിൽ. അതുകൊണ്ട് PFI ആണ് എന്ന് തിരിച്ചറിയുകയും എന്നാൽ പരസ്യമായി എതിർക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ദുർബലമായി പോവുകയും ചെയ്യുന്നു ഇടതു വലത് മുന്നണികൾ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? അതിന് ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണം ഒന്നാണ് P. മോഹനൻ ഇത്ര ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചിട്ടും മറ്റൊരു CPM നേതാക്കൾ പോലും ഇതിനെ പിന്തുണച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എത്രത്തോളം CPM ഭയക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് കൃത്യമായി പ്രാദേശിക തലത്തിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, പ്രാദേശിക തലത്തിൽ നിന്ന് സഖാക്കൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെക്സവനെ കുറിച്ച് ഞാൻ വിശദമായി പരിശോധിച്ചു. മെക്സവന് പിന്നിൽ പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ തന്നെയാണ്. അവരുടെ നേതാക്കൾ ഇതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരുടെ കൃത്യമായ ഒരു അജണ്ടയാണ് ഈ ഒരു മെക്സവൻ. ആ ചതിക്ക് പിന്നിൽ ആരും വീണു പോകരുത്. അത് കൃത്യമായി തന്നെ അത് രഹസ്യമായല്ല പരസ്യമായി പാർട്ടി യോഗത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഇതിനെതിരെ ജാഗ്രതയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് ഒരു CPM-ന്റെ നേതാവ് പറയുമ്പോൾ അത് മറ്റ് നേതാക്കളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പോലും പറയുന്നില്ല. അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ വരുന്നില്ല, മൗനം പാലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇതിനെ മെക്സവൻ പ്രതിരോധിച്ചത് ഈ കൃത്യമായി തന്നെ അവർ കൃത്യമായ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് PM മുഹമ്മദ് റിയാസിന്റെ ആശംസാ പത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നു. ഈ സമയത്ത് CPM വലിയ രീതിയിലേക്കുള്ള ഒരു സംഘടനാ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകുന്നു. ഈ സമയത്ത് തന്നെയാണ് കോൺഗ്രസ് ഇതിനെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് അവർക്ക് സർവ്വ പിന്തുണയും അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കങ്ങളായി അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനമായി ഈ ഒരു വിഷയത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഈ വിഷയം. നമുക്കറിയാം, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന്റെ സമയത്ത് കേരളത്തിലുണ്ടായ കോളിളക്കങ്ങൾ അറിയാം. ഇടതു വലതു മുന്നണികൾ മത്സരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം
സാഹചര്യം, വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകാത്ത വലിയൊരു പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുന്നു. അന്ന് തന്നെ കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ PFIയുടെ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയവർ മറ്റു സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറാനും ഇതുപോലുള്ള കൂട്ടായ്മകളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. ഇത്തരം ശക്തികൾ രാജ്യത്തിന് വലിയ അപകടമാണ്, നമ്മുടെ മുന്നോട്ട് പോക്കിന് വലിയ അപകടമാണെന്നുള്ള കൃത്യമായ സന്ദേശം നൽകിയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ആരും കൈക്കൊണ്ടില്ല. സംസ്ഥാന സർക്കാർ ഇവർക്ക് എല്ലാവിധ സൗകര്യവും ഒരുക്കി, ഇവർക്ക് വളരാനുള്ള എല്ലാവിധ അവസരങ്ങളും ഒരുക്കി ശരിക്കും വിളനില ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഏത് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആ ഒരു പിന്തുണ തന്നെ ഇവർ ആവർത്തിച്ച് ഓരോ ഘട്ടങ്ങളിലും കൊടുക്കുന്നു. നമുക്ക് ഏറ്റവും ഒടുവിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നമ്മൾ ഈ SDP-യുടെ പിന്തുണ നിങ്ങൾക്കുണ്ടോ, വോട്ട് വേണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്ന ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കും എത്രത്തോളം അന്തർധാര അവിടെ സജീവമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആ വിധി വന്ന ആ ദിവസം ആദ്യം കൊടിയും പിടിച്ച് അതുതന്നെയാണ് പലരെയും ഈ വിഷയത്തിൽ നിശബ്ദമാക്കുന്നത് തന്നെയാണ് അരുൺ. എന്തായാലും മെക്സവന്റെ പിന്നിൽ ഭീകരവാദ കരങ്ങളുണ്ട് എന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അത് മാസങ്ങൾക്ക് മുൻപ് തന്നെ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന് മേശപ്പുറത്ത്, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് മേശപ്പുറത്ത് കിട്ടിയിട്ടും അതിൽ ചെറുവിരൽ അനക്കിയിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് അറിയാമായിരുന്നു. ഇത് അറിഞ്ഞിരുന്നിട്ടാണോ ഇനി മുഹമ്മദ് റിയാസ് അവർക്ക് അഭിനന്ദന പത്രമൊക്കെ നൽകിയത് എന്ന ചോദ്യമൊക്കെ വരും മണിക്കൂറുകൾ ഉയരുമെന്ന്